ആം ആദ്മി പാർട്ടി ദേശീയ കൺവീനർ അരവിന്ദ് കെജ്രിവാളിനെ രാജ്യസഭയിൽ എത്തിക്കാൻ നീക്കം. പഞ്ചാബിൽ നിന്ന് അരവിന്ദ് കെജ്രിവാളിനെ പാർലമെന്റിലേക്ക് എത്തിക്കാനാണ് പാർട്ടി ആലോചിക്കുന്നത്. വിനീത വി ജി ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നു. വിനീത, ലുധിയാന വെസ്റ്റിൽ ഉപതെരഞ്ഞെടുപ്പ് വരുന്ന പശ്ചാത്തലത്തിൽ സഞ്ജീവ് അറോറയെ, നിലവിൽ രാജ്യസഭാംഗമായ സഞ്ജീവ് അറോറയെ ലുധിയാനയിൽ മത്സരിപ്പിക്കുക, അങ്ങനെ ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റിൽ കെജ്രിവാളിനെ മത്സരിപ്പിക്കുക, അങ്ങനെ വലിയ പദ്ധതി ആപ്പിനുണ്ട്. ഇത് നടക്കുമോ? വിജയകുമാർ, അത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. എന്താണെങ്കിലും ഈ തെരഞ്ഞെടുപ്പിൽ ഒരു കനത്ത പരാജയം കെജ്രിവാളിന് നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഇതിന് പിന്നാലെ അദ്ദേഹത്തിനെ ഒരു രാഷ്ട്രീയ മുൻനിരയിലേക്ക് കൊണ്ടുവന്നില്ല എങ്കിൽ അത് പാർട്ടിക്ക് ഗുണം ചെയ്യില്ല എന്നൊരു തീരുമാനമുണ്ടായിരുന്നു. ഒരു അത്തരത്തിലേക്കൊരു തീരുമാനം നേതാക്കൾ പലരും മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഒരു നടപടി പോലും പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് സിംഗ് മാനാണ് ഈ യോഗത്തിൽ ഇത്തരമൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അതനുസരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ തുടർ നടപടികളൊക്കെ തന്നെ നടക്കുന്നത്. ഈ കഴിഞ്ഞ ആഴ്ചയൊക്കെ ആം ആദ്മി പാർട്ടിയുടെ ഒരു യോഗം ഡൽഹിയിൽ ചേർന്നിട്ടുണ്ടായിരുന്നു. പഞ്ചാബ് മുഖ്യമന്ത്രി അടക്കം ആ യോഗത്തിൽ പങ്കെടുക്കാനായി എത്തിയിട്ടുണ്ടായിരുന്നു. ഈ യോഗത്തിൽ പ്രധാനമായും ഈ വിഷയം തന്നെയാണ് ചർച്ച ചെയ്തത്. കെജ്രിവാളിനെ വീണ്ടും മുൻനിരയിലേക്ക് കൊണ്ടുവരിക, അതിന് ഈ രാജ്യസഭാ എം പി എന്ന രീതിയിലേക്ക് അദ്ദേഹത്തെ എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് ആം ആദ്മി പ്രധാനമായും ഈ ഘട്ടത്തിൽ ലക്ഷ്യം വെക്കുന്നത്. നേരത്തെ വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ലുധിയാന വെസ്റ്റിൽ ഈ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. നിലവിലെ രാജ്യസഭാ എം പി ആയ സഞ്ജീവ് അറോറയെ അതിലേക്ക് മാറ്റാമെന്ന് ആം ആദ്മി പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പോൾ അത് സംബന്ധിച്ചുകൊണ്ടുള്ള നാമനിർദ്ദേശം പുറത്തു വന്നിരിക്കുകയാണ്. സഞ്ജീവ് അറോറയെ ഇതിനായി ആം ആദ്മി പാർട്ടി നാമനിർദ്ദേശവും ചെയ്തിട്ടുണ്ട്. ഈ സഞ്ജീവ് അറോറയെ അങ്ങോട്ടേക്ക് മാറ്റുമ്പോൾ ഉപതെരഞ്ഞെടുപ്പിൽ അദ്ദേഹം വിജയിക്കുകയാണ് എങ്കിൽ അദ്ദേഹം രാജിവെച്ചൊഴിയുന്ന എം പി സ്ഥാനത്തേക്ക് കെജ്രിവാളിനെ എത്തിക്കാമെന്നുള്ളതാണ് ആം ആദ്മിയുടെ വിശ്വാസം. അത് സംബന്ധിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ ഇനി എങ്ങനെ ഉണ്ടാകുമെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. വിജയകുമാർ. വിനീത വി ജിയാണ് വിവരങ്ങൾ നൽകിയതും. സഞ്ജീവ് അറോറ ലുധിയാനയിൽ മത്സരിച്ച് ജയിക്കണം, അങ്ങനെയാണെങ്കിൽ രാജ്യസഭയിൽ ഒരു ഒഴിവ് വരും, അവിടേക്ക് കെജ്രിവാളിനെ നാമനിർദ്ദേശം ചെയ്യാം എന്നാണ് ആം ആദ്മി പാർട്ടി കരുതുന്നത്. ആ നിലയിൽ വലിയൊരു ആസൂത്രണം നടക്കുന്നുണ്ട്. അത് വിജയിക്കുമോ എന്ന് വിനീത സൂചിപ്പിച്ചതുപോലെ അത് വിജയിക്കുമോ എന്ന് കണ്ടറിയണം.